ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. വക്കാത്തെ ഇത്തേമോയുടെ അടുത്ത എപ്പിസോഡ് കാണാം. ചിയാക്കി ഹോസ്പിറ്റലിലാണ്. കൊസാക്ക അവളുടെ കൂടെ തന്നെ ഉണ്ട്. ചിയാക്കി വളരെ കുഞ്ഞിലെ തന്നെ അസുഖമുള്ള ഒരു കുട്ടിയായിരുന്നു. കൊസാക്ക എന്നാണെങ്കിൽ അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അവളുടെ കളർഫുൾ അല്ലാത്ത ജീവിതത്തിലേക്ക് കളർ കൊണ്ടുവന്നത് അവനാണെന്ന് പറയാണ്. റെന്നാണ് അവളെ കുഞ്ഞിലെ തന്നെ ആർട്ടിൻ്റെ വേൾഡിലേക്ക് കൊണ്ടുവന്നത്. അവളുടെ റിക്കവറി വളരെ ഒരു മിറാക്കിൾ ആണെന്നാണ് ഡോക്ടേഴ്സ് വരെ പറഞ്ഞത്. അവൻ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ് അവൾക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം. അവൾക്ക് കുഞ്ഞിലെ തന്നെ അവനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അവൻ അവളെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. എന്തായാലും അവൻ അവളുടെ ജീവിതത്തിലുള്ളത് അവൾക്ക് വളരെയധികം സന്തോഷം തന്നെയായിരുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൾക്ക് അതേ ഒരു കണ്ടീഷൻ വരികയാണ്. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ്. റിപ്പോർട്ട് വരുമ്പോൾ ഇനിയൊരു മിറാക്കിൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല എന്ന് അവൾ പറയുകയാണ്. അപ്പോൾ അവനാകെ വിഷമാവുന്നുണ്ട്. അവനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവൾ പറയും, റെൻ, നീ വേറെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം, ഇതൊക്കെ ഓക്കെ ആയിക്കോളും എന്ന് ചിയാക്കി പറയുകയാണ്. അവൻ വീണ്ടും ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ ചിയാക്കി പറയും, എങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള സംഭവം കാണിച്ചു നീ. അങ്ങനെ ചിയാക്കിയുടെ ഈ ആവശ്യപ്രകാരമാണ് അവൻ കോളേജിലെ സ്റ്റാച്യൂവിൽ പെയിൻറ് എടുത്തൊഴിക്കുന്നതും അവിടെ ഒരു ബട്ടർഫ്ലൈയുടെ മ്യൂറലൊക്കെ ഉണ്ടാക്കുന്നതും. അതിനുശേഷം അവൾ ഇപ്പോഴാണ് വീണ്ടും ബോധം കെട്ട് വീഴുന്നതും ഹോസ്പിറ്റലിലാകുന്നതും. അവൾ കണ്ണ് തുറക്കുമ്പോൾ കൊസാക്ക തൊട്ടടുത്തുണ്ട്. അവനെ കണ്ടതും അവൾ ചോദിക്കുന്നത്, എടാ എനിക്ക് സ്മോക്ക് ചെയ്യണം എന്നാണ് അവൾ പറയുക. നീ എന്തായി പറയുന്നതെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾക്ക് കരച്ചിൽ വരികയാണ്. അങ്ങനെ അവൾ കരയുകയാണ്. അത് കഴിഞ്ഞ് അവർ റൂഫ് ടോപ്പിൽ പോയിരിക്കും. അവൻ്റെ ഓവർകോട്ടൊക്കെ അവൾക്ക് ഇങ്ങനെ പുതച്ചു കൊടുക്കുകയാണ്. ഇതിന് നിൻ്റെ മണം തന്നെയാണ് എന്നവൾ പറയുകയാണ്. എന്നിട്ട് അവൻ കൊടുത്ത സിഗരറ്റ് എടുത്ത് വെച്ചിട്ട് വലിക്കുകയാണ്. പക്ഷെ അവൾക്ക് ചുമ വരുന്നുണ്ട്. അപ്പോൾ കൊസാക്ക വന്നിട്ട് പറയും, ചിയാക്കി എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ. അപ്പോൾ ചിയാക്കി പറയും, എന്തായാലും എനിക്ക് അധികം സമയമില്ല. അപ്പോൾ അവൻ പറയും, വേണ്ട, അനാവശ്യമൊന്നും പറയണ്ട. അവൾ പറയും, അതല്ലേ സത്യം. എന്നോട് ഡോക്ടർ പറഞ്ഞു എനിക്കിനി കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ 1-2 സിഗരറ്റ്സ് എന്ത് വ്യത്യാസം ഉണ്ടാക്കാനാണ്. അപ്പോൾ അവനിങ്ങനെ ഒന്നും പറയാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ പറയും, നീ തിരിച്ച് ജപ്പാനിലേക്ക് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് ശരിക്കും പേടിയുള്ള കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവനോട് ചോദിക്കും, റെൻ, അവസാനമായിട്ട് നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാവോ. ഇവിടെ സ്റ്റാഫ് റൂമിൽ ഇവർ ചിയാക്കിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ചിയാക്കിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എന്നൊക്കെ പറയുകയാണ്. ഇവർക്ക് ശരിക്കും കാര്യം എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ടീച്ചർ പറയാണ്, അവൾക്ക് സീരിയസ് ഒന്നും അല്ലാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ തന്നെ ചിയാക്കിയും കൊസാക്കയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അവർ ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. ചിയാക്കി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ടീച്ചർ ചോദിക്കുകയാണ് അവളോട്. അവൾ പറയും, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നാളെ തൊട്ട് ഞാൻ എൻ്റെ യൂഷ്വൽ റൊട്ടീനിലേക്ക് തിരിച്ചു വരും. നിങ്ങളെയൊക്കെ വറി ചെയ്യിപ്പിച്ചതിൽ സോറി പറയുകയാണ് അവൾ. അപ്പോൾ ടീച്ചർ പറയും, ഒരുപാട് നീ പുഷ് ചെയ്യേണ്ട അതിന് വേണ്ടിയിട്ട്. കൊസാക്ക, നീ അവളെ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് ടീച്ചറും പറയുന്നുണ്ട്. ഇവിടെ അടുത്ത സീനിൽ സീനിയറും ഒരാളും കൂടി ഒരു കഫേയിൽ വെച്ചിട്ട് സംസാരിക്കുകയാണ്. നീ നിൻ്റെ ടാലൻറ്റ് ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയരുത്, നിനക്ക് ഒന്നുകൂടി ശ്രമിച്ചുകൂടെ എന്നൊക്കെ അയാൾ സീനിയറോട് ചോദിക്കുന്നുണ്ട്. നിൻ്റെ ടാലൻറ്റ് നീ എന്തിനാ വെറുതെ വേസ്റ്റാക്കി കളയുന്നത്, നിനക്ക് അങ്ങോട്ടേക്ക് വന്നുകൂടെ, അത് നല്ല പ്ലേസാണ്, നിൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ഇത്രയും ദൂരം ഉള്ളതിനാൽ നിനക്ക് ദിവസം വന്നും പോയി നിൽക്കാൻ പറ്റില്ല, വരുവാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് മൂവും ചെയ്യേണ്ടി വരും എന്നയാൾ പറയാണ് അവളോട്. അവളിങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്, എന്താ പറയേണ്ടതെന്ന് അറിയാൻ വയ്യാതെ. ഇവിടെ നമ്മുടെ മിയുവിൻ്റെ മനസ്സിലാണെങ്കിൽ ഇപ്പോഴും ചിന്ത കൊസാക്കയ്ക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഉണ്ട്, അത് അവളല്ല എന്നൊക്കെയാണ്. സീനിയർ അവരുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അയാളോടൊപ്പം അവരുടെ വീട്ടിലേക്ക് വരികയാണ്. മേഘു ഇത് ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ട്, സീനിയറും അയാളും കൂടി തമ്മിൽ സംസാരിക്കുന്നത്. അയാൾ സീനിയറെ വീട്ടിലാക്കിയിട്ട് പോവുകയാണ്. മേഘു ആണ് ഈ സീനിയറിൻ്റെ വർക്ക്സൊക്കെ അയാളെ കാണിച്ചത്. അത് കാരണം അയാൾ ഇവളെ അപ്രോച്ച് ചെയ്യുമായിരുന്നു. മേഘു അപ്പോൾ സീനിയറിനോട് പറയുകയാണ്, നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളും നീയാണ് സീനിയർ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സീനിയർ അവിടെ വന്നിരുന്നിട്ട് പറയുകയാണ്, നീ ഇങ്ങനെ ഇഷ്ടമാണ് എന്നുള്ളത് വാക്ക് ഇങ്ങനെ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കരുത്. എന്നിട്ട് സീനിയർ അവളെ ഇഷ്ടമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ മേഘു പറയും, നമ്മളിപ്പോൾ മ്യൂച്വൽ ആയല്ലോ. അപ്പോൾ സീനിയർ പറയും, ഫ്രണ്ടായിട്ടല്ല ഞാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നത്. അപ്പോൾ മേഘു ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. സീനിയർ അപ്പോൾ പറയും, ഞാൻ മഷിക്കോയിലേക്ക് പോവുകയാണ്. മേഘു അപ്പോൾ സന്തോഷത്തോടെ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ഡ്രീംസ് അല്ലെ എൻ്റെ ഡ്രീംസ് സത്യമായല്ലോ. മേഘു പറയും, എൻ്റെ സ്വപ്നം നിൻ്റെ വർക്കൊക്കെ ഈ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നാണ്. അപ്പോൾ സീനിയർ പറയും, ഞാൻ ഇതുവരെയ്ക്കും അത് തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഐസ്ക്രീം വാങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞ് മേഘു അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ റുക്കിയാണെങ്കിൽ മിയുവിനെ അവൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്.
അവൻ അവിടെ മുഴുവൻ ലൈറ്റ്സ് ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ട് അവൾക്കൊരു ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ ഫോമലായിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാണ്. അവൾ ആ ഫ്ലവേഴ്സ് വാങ്ങും. എന്നിട്ട് പറയും, എനിക്കൊരു ഉത്തരം ഇപ്പം തന്നെ തരാൻ പറ്റില്ല, പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട് റുക്കി. അവൻ ഓക്കെ പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇവിടെ ചിയാക്കിയും കൊസാക്കിയും കൂടെ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോകുന്നതും അവർക്കിഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുന്നതുമാണ്. അതേസമയം ഇവിടെ മിയുവും റുക്കിയും തമ്മിലും പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്, ഔട്ടിങ്ങിന് പോകുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. അവരൊക്കെ ഷോപ്പിങ്ങിന് പോവും. എന്നിട്ട് എസ്കലേറ്ററിൽ വെച്ചിട്ട് പരസ്പരം മിയുവും കൊസാക്കയും കാണുകയാണ്. കൊസാക്ക ചിയാക്കിയുടെ കൂടെ ഒപ്പവും മിയു റുക്കിയുടെ കൂടെ ഒപ്പവുമാണ്. കൊസാക്ക ചിയാക്കിയുടെ കൂടെ മറൈൻ വേൾഡിലും പോവും. പക്ഷേ ചിയാക്കിക്ക് പകരം അവൻ എപ്പോഴും കാണുന്നത് മിയുവിനെയാണ്. എസ്കലേറ്ററിൽ വെച്ച് പരസ്പരം അവരിങ്ങനെ കണ്ടപ്പോൾ അവരുടെ ഇമോഷൻസൊക്കെ ആകെ മാറുന്നുണ്ട്. അത് കഴിഞ്ഞ് മിയുവും റുക്കിയും കൂടി ഡിന്നർ കഴിക്കാനായിട്ട് ഒരു കഫേയിലിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് റുക്കിയാണെങ്കിൽ അവളെ കിസ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവളുടെ ഫേസ് കണ്ടിട്ട് അവൻ കിസ് ചെയ്യാതെ മാറുകയാണ്. അവൾ അവനോട് സോറി പറയും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നീ ഒരുപാട് ഹേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ അവൾ പറയും, എനിക്കതറിയാം. റുക്കി അപ്പോൾ പറയും, നിനക്ക് അവൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നീ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് നീ അവനെ അറിയിക്കണം. അവളും തലയാട്ടും. എന്നിട്ട് താങ്ക്സ് ഒക്കെ പറയും പരസ്പരം. ഇവിടെ ചിയാക്കിയും കൊസാക്കിയും അന്നത്തെ ദിവസം ഫുൾ ഗോയിങ് ഔട്ട് ചെയ്തിട്ട് ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ചിയാക്കിയോട്, നീ ഇപ്പോൾ ഓക്കെ ആണോ? അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പറയും, ബോയ് ഫ്രണ്ടിൻ്റെ റോള് നീ നന്നായിട്ട് ചെയ്തു, നീ ഫയേർഡ് ആയിരിക്കുകയാണ് ഇനി. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല, എനിക്കൊരാളെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ പറയാം, എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവന് ഒരു ലാസ്റ്റ് കിസ് കൊടുക്കുകയാണ്. എന്നിട്ട് നീ പൊക്കോളാൻ പറയുകയാണ് അവനോട്. അപ്പോൾ അവൻ പറയും, വേണ്ട, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാം. അപ്പോൾ അവൾ പറയും, പോടാ, ഇപ്പം തന്നെ നീ അവളോട് ചെന്നത് പറഞ്ഞില്ലെങ്കിൽ നീ പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങും. മിയു ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പോൾ മിയുവിനൊരു കോൾ വരും. അത് കൊസാക്കയാണ്. അവൾ കോൾ എടുക്കുമ്പോൾ അവൻ പറയും, മിയു, എനിക്ക് നിന്നെ കാണണം. അവളും പറയും, എനിക്കും നിന്നെ കാണണം. അവൻ പറയും, അന്ന് നമ്മൾ മഴയത്ത് കയറി നിന്ന സ്പോട്ടില്ലേ, ആ മരത്തിൻ്റെ താഴെ, അവിടേക്ക് നീ വാ, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും അങ്ങോട്ടേക്ക് ഓടുകയാണ്. ഇതോടെ ഈ എപ്പിസോഡ് തീരുവാണ്. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.